നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഗാസ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന റഫ ക്രോസിംഗിന്റെ നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചെടുത്തു. തിങ്കളാഴ്ച രാത്രി നടത്തിയ കരയാക്രമണത്തിലൂടെ റഫ അതിർത്തി പിടിച്ചെടുത്ത വിവരം ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. റഫ അതിർത്തിയുടെ കിഴക്കൻ പ്രദേശങ്ങൾ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരം ലഭിച്ചിരുന്നു. തുടർന്നാണ് പ്രദേശത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തതെന്ന് IDF അറിയിച്ചു. അതിർത്തി പിടിച്ചെടുക്കാനുള്ള ദൗത്യത്തിനിടെ 20 ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടതായും പ്രവർത്തനക്ഷമമായ 3 തുരങ്കങ്ങൾ കണ്ടെത്തിയതായും അവർ കൂട്ടിച്ചേർത്തു. ഞായറാഴ്ച റഫ അതിർത്തിയുടെ കിഴക്കൻ പ്രദേശത്ത് നിന്ന് ഹമാസ് ഭീകരർ സൈന്യത്തിന് നേരെ റോക്കറ്റുകൾ വിക്ഷേപിച്ചിരുന്നു. കൂടാതെ പലായനം ചെയ്ത പലസ്തീനികൾ അഭയം തേടിയ പ്രദേശത്തു നിന്നും സൈന്യത്തിന് നേരെ ആക്രമണമുണ്ടായെന്നും IDF അറിയിച്ചു. റഫ അതിർത്തിയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് IDF നേരത്തെ പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ യഹൂദ വിരുദ്ധതയും ഇസ്ലാമോഫോബിയയും തീവ്രമാകുന്നതിനെതിരെ പ്രസിഡന്റ് ജോ ബൈഡൻ ശക്തമായി പ്രതികരിച്ചു. അമേരിക്കയിൽ അത്തരം വിദ്വേഷത്തിന് സ്ഥാനമില്ലെന്നും യഹൂദ വിരുദ്ധതയുടെ കുതിച്ചുചാട്ടത്തിനെതിരെ പോരാടുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ചൊവ്വാഴ്ച US ഹോളോകാസ്റ്റ് മെമ്മോറിയൽ മ്യൂസിയത്തിന്റെ വാർഷിക ദിനത്തിൽ അനുസ്മരണ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ബൈഡൻ. ഒക്ടോബർ 19 ഓവൽ ഓഫീസ് പ്രസംഗത്തിൽ അമേരിക്കക്കാർക്ക് നിശബ്ദരായി നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും യുദ്ധം ആരംഭിച്ച 7 മാസങ്ങൾക്കുള്ളിൽ ഇസ്ലാമോഫോബിക് യഹൂദവിരുദ്ധ സംഭവങ്ങൾ ഗണ്യമായി വർദ്ധിച്ചു. തെരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയിൽ പിരിമുറുക്കവും നിർണായകവുമായ സമയത്തിനിടയിൽ ശാന്തവും എന്നാൽ ആവേശഭരിതവുമായ പ്രതിഫലനത്തിന്റെ നിമിഷമായിരുന്നു ബൈഡന്റെ പ്രസംഗം. ഒക്ടോബർ 7 ആക്രമണവും ഗാസയിലെ തുടർന്നുള്ള യുദ്ധവും ബൈഡന്റെ പ്രസിഡന്റ് പദവിയിലെ ഏറ്റവും രാഷ്ട്രീയമായി നിറഞ്ഞ ഒരു കാലഘട്ടമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ചൊവ്വാഴ്ച അമേരിക്കൻ ജൂതന്മാർക്ക് ബൈഡൻ നേരിട്ട് സന്ദേശം നൽകി. നിങ്ങളുടെ ഭയവും വേദനയും ഞാൻ കാണുന്നു. നിങ്ങളുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പുതരാം, നിങ്ങൾ ഒറ്റയ്ക്കല്ല, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.